ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ നിങ്ങൾ ബുദ്ധിമുട്ടുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങൾ പുരോഗമിക്കുന്നു എന്നതാണ്. നേരിടേണ്ടി വരുന്ന സാഹചര്യങ്ങളെ ഓർത്ത് പിന്മാറിയവരല്ല, സ്വന്തം കഴിവുകളിൽ വിശ്വാസമുള്ളവരാണ് സ്വപ്നങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ആത്മാർത്ഥ സ്നേഹം അമിത വിശ്വാസവും എവിടെ പ്രയോഗിച്ചാലും അവസാനം ദുഃഖിക്കേണ്ടി വരും. അമിതമായി പറഞ്ഞുപോയ ഒരു വാക്കിനെ ഒരു ക്ഷമാപണം കൊണ്ട് ചിലപ്പോൾ തിരുത്താനാകും. പക്ഷേ അത് കേട്ടയാളുടെ മനസ്സിൻ്റെ മുറിവുണക്കാൻ അത് പ്രാപ്തമാകണമെന്നില്ല. പിണങ്ങിയാൽ പിന്നെ ചെയ്ത നന്മകളേക്കാൾ തൂക്കം കുന്നിക്കുരുവോളം പോന്ന തെറ്റുകൾക്കായിരിക്കും. നിങ്ങളുടെ ഭാവി ആസൂത്രണങ്ങൾ ആരോടും പറയരുത്. അത് ഫലവത്തായതിനു ശേഷം മാത്രം എല്ലാവരോടും പറയുക. നമ്മൾ മാറാൻ ശ്രമിച്ചാൽ നേടാൻ ഒരുപാടുണ്ട്. ആഗ്രഹിക്കുന്നതിലേക്ക് മാത്രം ശ്രദ്ധ ചെലുത്തുക. നമുക്ക് മാറാനും നേടാനും കഴിയുമെന്നത് തീർച്ചയായ ഒരു കാര്യമാണ്. ജീവിതം ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇപ്പോൾ കൈവളിയിലുള്ള ഈ നിമിഷം മാത്രമാണ് ജീവിതമെന്നത് തിരിച്ചറിയാതെ പോകരുത്. നാം ജീവിതത്തിൽ അനുഭവിക്കുന്ന സന്തോഷവും സങ്കടവും നഷ്ടവും നേട്ടവും ഒന്നും സ്ഥിരമാകണമെന്നില്ല. എല്ലാം മാറി മാറി വരുന്നതാണ്. എരിയുന്ന തിരിയും പകരുന്ന അഗ്നിയും എന്നും പ്രകാശം പരത്തുന്നു. നന്മയുടെ പ്രകാശം പരത്തുന്ന പൊൻകിരണങ്ങളാണ് നിങ്ങളിൽ നിന്നും പ്രവഹിക്കുന്നതെങ്കിൽ ഒരിക്കലും മറ്റുള്ളവരുടെ വിമർശനങ്ങളിൽ നിങ്ങൾ തളരേണ്ടതില്ല. പ്രതികൂല സാഹചര്യത്തിലും സ്നേഹത്തിൻ്റെ ഒഴുക്ക് തടസ്സമല്ലെങ്കിൽ അതാണ് യഥാർത്ഥ സ്നേഹം. നമ്മുടെ സ്വപ്നങ്ങളെല്ലാം യാഥാർത്ഥ്യമാക്കാൻ ഒരു കാര്യം ചെയ്താൽ മതിയാകും. എന്തു വന്നാലും അവ പിന്തുടരാനുള്ള ധൈര്യം ആർജിച്ചെടുക്കുക. വിജയം എന്നത് യാദർച്ഛികമല്ല. അത് കഠിനാധ്വാനവും നിരന്തര പ്രയത്നവും അറിവും ത്യാഗവും അതിലുപരി ചെയ്യുന്ന പ്രവൃത്തിയോടുള്ള സ്നേഹവുമാണ്. ജീവിതത്തിൻ്റെ ആദ്യ പകുതിയിൽ ജയിക്കാൻ വിശ്വാസവും ഉത്സാഹവും വേണം. രണ്ടാം പകുതിയിൽ വിജയിക്കാൻ ക്ഷമയും അച്ചടക്കവും അത്യാവശ്യമാണ്. നമ്മുടെ ഇന്നലത്തെ ജീവിതം നമ്മൾ ഇന്നലെ വരെ എന്ത് ചിന്തിച്ചു എന്നതാണ്. നമ്മുടെ നാളത്തെ ജീവിതം നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതായിത്തീരുന്നു. നമ്മുടെ ജീവിതമെന്നത് മനസ്സിൻ്റെ സൃഷ്ടിയാണ്. സ്വയം തുടച്ച കണ്ണീരും ഒറ്റയ്ക്ക് അനുഭവിച്ച വേദനകളും ദുഃഖങ്ങളുമാണ് ഈ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠങ്ങൾ. സ്നേഹം ഒരു തമാശയായി മാത്രം കാണുന്നവർക്ക് ഒരാളെ സ്നേഹിക്കാനും അതുപോലെ തന്നെ ഉപേക്ഷിക്കുവാനും കഴിയും. എന്നാൽ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് ആ വേദന മതി ഒരായുസ് മുഴുവൻ ദുഃഖിക്കാൻ. കഴുകൻ എത്ര ഉയരത്തിൽ പറന്നാലും വിഷപ്പടക്കാൻ ഭൂമിയെ ആശ്രയിക്കുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതവും. എത്ര ഉയരത്തിലാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ താഴെയുള്ളവരുടെ സഹായം വേണ്ടിവരും. അതുകൊണ്ട് നിങ്ങൾ ആരെയും വില കുറച്ച് കാണരുത്. ജനിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങൾക്കനുസരിച്ചല്ല, എന്നാൽ അതിനിടയിൽ ജീവിക്കുന്നത് നമ്മുടെ തീരുമാനങ്ങൾക്കനുസരിച്ചാണ്. അതുകൊണ്ട് നല്ല തീരുമാനങ്ങൾ എടുക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്.